നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. വെരി ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിയിലേക്ക് കടക്കാം. ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് സവാളയുടെ തോല് എത്തി ഒന്ന് കുനുകുന എന്ന് അരിയാം. നമുക്ക് മല്ലിച്ചപ്പ് ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിതാ പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. സവാള, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ ക്യാപ്സിക്കം ഒരെണ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് വരുമ്പോൾ ഒരു 4-5 കറുകാമ്പട്ട, പിന്നെ കറുകാമ്പട്ട അല്ല ഗ്രാമ്പൂ, പിന്നെ ഏലക്കായ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, പിന്നെ കുറച്ച് കറുകാമ്പട്ട, പിന്നെ കുറച്ച് ജീരകം, വളരെ കുറച്ച് മതി, പിന്നെ 2 നാരങ്ങ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതാണ്, പിന്നെ 2 ബേ ലീഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ കുറച്ചും കൂടി സാധനം വേണം. നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മൾ പലപ്പോഴും ചിക്കൻ വാങ്ങുമ്പോൾ കുറച്ച് വലുതാക്കി വെട്ടിക്കണം, ബിരിയാണിക്കുള്ള പോലെ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിക്കനൊന്നും അതിൽ കാണില്ല, ഒടിഞ്ഞു പോകും പരമാവധി. അതുകൊണ്ട് എല്ലാവരും പരമാവധി വലുതാക്കി വെട്ടിക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ അരി ബസ്മതി റൈസാണ്, ഗോൾഡൻ ആണ് വാങ്ങിയിട്ടുള്ളത്. അത് ഒരു രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല നീളവും കിട്ടും, നല്ല അരിയായി മാറും. അതിന് ഞാനിപ്പോൾ 1 മണിക്കൂറാണ് ഇട്ടത്. ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും ഇട്ടാലാണ് ആ കറക്റ്റ് മന്തിയുടെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ നിങ്ങളോട് പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മല്ലിയും പിന്നെ നമുക്ക് കുരുമുളകും വേണം. അപ്പോൾ പിന്നെ 2 ഉണക്കനാരങ്ങയും വേണം, ബ്ലാക്ക് ലെമൺ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ് എൻ്റെ ഉള്ളത്, അതുകൊണ്ട് അതാണ് ഇടുന്നത്, അതായിരിക്കും നല്ലത്. മറ്റേതിങ്ങനെ കടിക്കും. നമുക്ക് ബാക്കി പണിയിലേക്ക് കടക്കാം. നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. നോർമൽ നാരങ്ങ ഒഴികെ. നമുക്ക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കാം. അങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി. നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കോഴി ഇടണം. അതിന് മുമ്പായി ഒന്നുകിൽ വരഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കുത്തി കൊടുക്കുകയോ, അതിനുള്ളിലേക്ക് മസാല ഇറങ്ങാൻ വേണ്ടി അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കുത്തിയിട്ട് കാണാം. നമ്മളെല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. ജീരകപ്പൊടി, പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മന്തിയുടെ കോഴിക്ക് കളറ് വരുത്തുന്നത്. ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമുക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം. ആകെ മസാലപ്പൊടികളായി ഇത് 3 വരുന്നുള്ളൂ. നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് അതിലേക്ക് പോവാം. നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്നത് കുക്കറിലാണ്. കാരണം ചെമ്പട്ടിയിലാകുമ്പോൾ കറക്റ്റ് അതിൻ്റെ വേവ് കിട്ടില്ല കോഴിയുടെ. അപ്പോൾ നമുക്കൊന്ന് ചിക്കൻ നമ്മൾ ഇതിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് കാണാം. നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുടിച്ച് ഒരു വിസിലും 3, 4, 6 വിസിലെങ്കിലും അടുപ്പിച്ചിട്ടുണ്ടാവും. മൂടിയേക്കാം, വേവിച്ചിട്ട് എടുക്കാം. നമ്മുടെ കോഴി മാറ്റി വെച്ചിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക്. ചെറിയൊരു വേവ് കുറവുണ്ട്. നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ മസാല എല്ലാം കൂടിയും ഒരു ചെമ്പട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട്
പിന്നെ ബാക്കി നമ്മൾ അപ്പം കാണാം. നമുക്ക് പണിയിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായി വടിച്ചിട്ടെടുക്കാം. ഇതൊന്ന് കറക്റ്റ് നിരത്തി ഇടുക. ഇതിപ്പോൾ ഏറ്റക്കുറച്ചിൽ വരാതെ. എന്നിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് മനസ്സിലാക്കൽ. കറക്റ്റ് ഒരേ ലെവലിൽ നിരത്തുക. ഏകദേശം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നേരത്തെ കുക്കറിൽ മസാലയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ നേരെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മസാലയുടെ ടേസ്റ്റ് നന്നായി കിട്ടിക്കോളും. മസാല വെച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ വെള്ളം ഏകദേശം ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം മതി. നമ്മുടെ അരിൻ്റെ മുകളിൽ നിന്ന് ഒരു 1/2 സെൻറ്റിമീറ്റർ മാത്രം വെള്ളം മതി. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കണം. അടിയത്തെ മസാലൻ്റെ ഒക്കെ ചോയം കൊണ്ട് വരാൻ നന്നായി ഇളക്കാം. നമുക്ക് സ്പീഡ് കൂട്ടിയേക്കാം. ഗ്യാസ് ഇത്രയും നേരം ലോയിലായിരുന്നു. നന്നായി ഇളക്കുക. ഇതാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇതിന് മാക്സിമം വേണ്ടത് നമ്മൾ ഒരു 1/2 മണിക്കൂർ മതി. മാക്സിമം 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അത്രയ്ക്കും സിമ്പിളാണ്. പഴത്തതിന് പരമാവധി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി. ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ എടുത്തു വെച്ച പച്ചനാരങ്ങ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഒന്നുകൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് നന്നായി ഇളക്കാം. ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതെല്ലാവർക്കും പറ്റുന്നൊരു ഫോൾട്ടാണ്. ഇതിലിപ്പോൾ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പുണ്ടാകും. പക്ഷേ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല. എന്ന് വെച്ച് നമ്മളിപ്പോൾ ഉപ്പ് കുറച്ചുണ്ട്, നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടെങ്കിലും ഈ വെള്ളത്തിലേക്ക് അത്യാവശ്യം നല്ലോണം ഉപ്പിടുക. പറ്റ കൂടരുത്, കുറച്ച് എക്സ്ട്രാ ഇടുക. കാരണം എന്താ വെച്ചാൽ ഇത് ചോറിലേക്ക് പിടിക്കുമ്പോൾ ഉപ്പ് തീരെ ഇല്ലാതായി പോകും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യും. ഒരു 1/2 സ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ എന്തെങ്കിലും നമുക്കത് കാണാം. നമ്മൾ കുറച്ച് ഇത്ര ആഡ് ചെയ്യുന്നുണ്ട്. നല്ല കുറച്ചും കൂടി ആഡ് ചെയ്യണം. കാരണം ഇതിൽ തീരെ ഉപ്പില്ല. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞാൽ മതി. എന്ന് നന്നായി ഒന്ന് അങ്ങനെ കുഴച്ച് കൊടുത്താൽ മതി. അപ്പോൾ റെഡിയാവും. നന്നായി ഇളക്കണം, അല്ലാതെ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ഉപ്പൊക്കെ സെറ്റാക്കിയിട്ട് പറയാം. ഇപ്പം നമ്മൾ ഒക്കെ സെറ്റാക്കി ഉപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി മൂടി വെക്കാം. എന്നിട്ട് ഇതൊന്ന് വെന്തിട്ട് കാണാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത് മറക്കരുത്. ഒക്കെ ഓക്കെയാണ്. നമുക്കൊന്ന് മൂടി വെക്കാം. നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് വെന്തിട്ട് കാണാം. നമുക്ക് തക്കാളി സോസ് ഉണ്ടാക്കുകയാണ്. അതിനേക്കുള്ള തക്കാളി ചട്നി ഒക്കെ ഉണ്ടാക്കാം. അതിന് വേണ്ടി നന്നായി മുറിച്ച് കൊടുക്കാം. മുറിച്ചെടുത്താൽ അതിന് പച്ചമുളക് ഇടണം. ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇപ്പം അതിന് മുമ്പ് മല്ലിച്ചപ്പ് ഇടാം. മല്ലിച്ചപ്പ് പുതിനയും നമുക്ക് മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വിനാഗിരി ഇട്ട് കൊടുക്കാം. നമ്മളിതാ വിനാഗിരി ഒക്കെയാണ്. ഒരു കുറച്ച് മതി. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഉണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നു. ഇനി നമുക്ക് ഉപ്പും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി അടിക്കാം. അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളം കൂട്ടി കുറച്ച് ഉപ്പും കൂട്ടി അടിച്ചിട്ടുണ്ട്.
നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. നല്ല മുട്ട വെള്ള അത് വാങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത പണി എന്ന് വെച്ചാൽ കോഴി ഒരു അൽഫാം പോലെ ആക്കിയെടുക്കണം. അതിന് വേണ്ടി വളരെ കുറച്ച് സൺഫ്ലവർ ഒഴിക്കാം. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. നമ്മളെ മീനൊക്കെ പൊരിക്കും പോലെ നന്നായി ഇളക്കി കൊടുക്കാം. മീൻ പൊരിക്കുന്നത് കുറച്ചുകൂടി ഇരിക്കട്ടെ. നമുക്കൊന്ന് ചൂടായതിനു ശേഷം കോഴി മെല്ലെ മെല്ലെ ഇറക്കി കൊടുക്കണം. വെളിച്ചെണ്ണ ആണെന്നൊന്നുമില്ല, എന്നാലും വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവറാണ്, സോറി. ഓരോന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളമാണ്. പക്ഷെ നമുക്ക് ചോറിൽ തന്നെ വെച്ചെടുക്കാം, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ അത് പൊരിഞ്ഞ് വരട്ടെ. നമുക്ക് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ കോഴി ആയി വരുന്നുള്ളൂ, എന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടും. ചെറിയൊരു വേവ് കുറവുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. സാധാരണ ചെയ്യല്ല, ചെയ്യുന്നത് കുഴപ്പമില്ല. അതൊരു അൽഫാമിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റ്, അത്രേ ഉള്ളൂ. ചിക്കനൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം, നന്നായിട്ടൊന്ന് ആയി വരട്ടെ. നമ്മുടെ ചോറിൻ്റെ അവസ്ഥ അതാ പരിപാടിൻ്റെ വെള്ളമൊക്കെ പോയി. ഒന്ന് പൊക്കി നോക്കാം. കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് കണ്ടിട്ട് കുറച്ചുകൂടി ഒന്ന് വേവട്ടെ. 5 മിനിറ്റ് നമുക്ക് നമ്മുടെ കോഴിയിലേക്ക് തന്നെ കിടക്കാം. നമുക്കൊന്ന് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ആയിക്കോട്ടെ, ടൈം എടുക്കും. നമുക്ക് ആവശ്യം മന്തിയിലേക്കുള്ള പുകച്ചവയ്ക്കുള്ള ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ചിരട്ട നമുക്കൊന്ന് ജസ്റ്റ് ഗ്യാസ് വെച്ച് കത്തിക്കാം. കുറച്ച് കത്തിച്ചിട്ടുണ്ട്. ചിരട്ട ആളി കത്തുന്നുണ്ട്. നമ്മൾ നേരെ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നേരെ എടുത്ത് നമ്മളെ മന്തിയിലെ അതിൻ്റെ അടിയൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. നമുക്ക് മന്തിയിലേക്ക് കറക്റ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒഴിക്കേണ്ടത് നാരങ്ങ നീരോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ആണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. മുളക് രണ്ടെണ്ണമുണ്ട്, അതൊന്ന് കുത്തിയേക്കാം. നമുക്ക് സൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയോളൂ. നമുക്ക് വേഗം ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ ഇതിക്കുള്ള റെഡിയായി. ആ ഒരു സ്മെല്ലാണ് മന്തിയുടെ മൊത്തം ചൊയം കിട്ടുക. പുറത്ത് പോകാതെ പരമാവധി ശ്രദ്ധിക്കുക. നമ്മുടെ ദമ്മ് പോകാതെക്കാൻ പരമാവധി മൈദ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നാലും ഇവിടെ ഗ്യാപ്പുണ്ട്, കുഴപ്പമില്ല. നമുക്ക് പൊട്ടിച്ചാലോ, ദമ്മ് പൊട്ടിക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചിട്ട് കാണിക്കാം. നമ്മുടെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇടയ്ക്കിനൊക്കെ കഴിച്ചിട്ട് പറയാം അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ കരിയൊക്കെ വെച്ച് ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഗായ്സ്. നമ്മൾ സൂപ്പർ മന്തി അല്ല, ഞാൻ കുറച്ച് കഴിച്ചു, വളരെ ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
എല്ലാവരും ദയവേത് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം, കാരണം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.